നവാഹയജ്ഞത്തിന്റെ 3-ാം ദിവസത്തെ പാരായണവും പ്രഭാഷണവും ഒക്കെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് തുടക്കം തന്നെ രമാദേവി തിരുമല രമചേച്ചിയുടെ പ്രഭാഷണത്തോടുകൂടിയാണ്. ഇന്നല്ല, പാറക്കുട്ടി അമ്മയുടെ പ്രഭാഷണത്തോടുകൂടിയാണ് ആരംഭിച്ചത്. പുരഞ്ജനോപാഖ്യാനം വളരെ ഭംഗിയായിട്ട് നമുക്ക് അത് പറഞ്ഞു തന്നു, 25-ാമത്തെ അധ്യായം. പിന്നീട് രാധാമണി അമ്മ അപുരഞ്ജനോപാഖ്യാനം ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ പറഞ്ഞ് പൂർത്തിയാക്കി. ആ ഒരു പ്രകരണം ഭംഗിയായിട്ട് നമുക്ക് അത് കേൾക്കാൻ സാധിച്ചു. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്ന പ്രചേതസ്സുകളുടെ കഥ വളരെ ഹൃദ്യമായ രീതിയിൽ നളിനി ഗോപാലൻകുട്ടി അമ്മയുടെ പ്രഭാഷണം. അതിനുശേഷം നരകവർണ്ണനയും പിന്നീട് പഞ്ചമസ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായത്തിലെ അപൂർവമായിട്ട് നമുക്ക് കേൾക്കാൻ സാധ്യതയില്ലാത്തതായിട്ടുള്ള ആ ഗയന്റെ ചരിത്രം വളരെ ഭംഗിയായിക്കൊണ്ട് നമുക്ക് നളിനി അമ്മ നമുക്ക് പറഞ്ഞു തന്നു. പിന്നീട് ഹൃദ്യമായിട്ടുള്ള ഭദ്രകാളി പ്രാദുർഭാവം വിജയലക്ഷ്മി അമ്മയുടെ പ്രഭാഷണം. അതിലും മാധുര്യത്തോടുകൂടി നാമത്തിന്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് അജാമിളോപാഖ്യാനം, പുഷ്കലേച്ചി എല്ലാം കൊണ്ടും ഇന്നത്തെ പാരായണവും പ്രഭാഷണങ്ങളും ഒക്കെ തന്നെ ഒന്നിനൊന്ന് സമയം പരിധിക്കനുസരിച്ച് തന്നെ നമുക്കൊക്കെ അത് ഭഗവാൻ വേണ്ട പോലെ നടത്തി തന്നു എന്ന് തന്നെ പറയാം. 3 ദിവസം നമുക്ക് യജ്ഞം ഭഗവാന്റെ പാദങ്ങളിൽ വായിച്ചും പറഞ്ഞും കീർത്തനം ചൊല്ലിയും ആരാധനകളോടുകൂടി സമർപ്പിക്കാം. ഇനിയും ഉള്ള 6 ദിവസവും കണ്ണന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുമ്പോട്ട് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് സമർപ്പണം ചെയ്യുക. സമർപ്പണത്തിൽ നമ്മൾ 4 ശ്ലോകങ്ങൾ ചൊല്ലും. എന്തൊക്കെയാണ് ഏതൊരു സൽക്കർമ്മത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുക, ആരോടും പരിഭവമില്ലാതെ എല്ലാവരുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ഈശ്വരഭാവത്തിൽ കാണാൻ സാധിക്കണം. അതാണ് ആ പൂർണ്ണമേവ അവശിഷ്യതേ. ആ പൂർണ്ണ ബ്രഹ്മമാണ് ഇവിടെ ഉള്ളത്, അതിന് നാശമില്ല. ആ നാശമില്ലാത്ത ഒന്നിനെയാണ് ഞാൻ എൻ്റേത് എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും മരണമില്ലാത്ത ഒന്നിനെയാണ് നമ്മൾ എന്നും സൂചിപ്പിക്കുന്നത്. ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മരണമില്ല. ശരിക്ക് പഞ്ചഭൂതാത്മകമായിട്ട് ശരീരം പോകുന്നു മാത്രമേ ഉള്ളൂ. ഈ ശരീരം അല്ല താനും നമ്മുടെ പ്രവൃത്തിക്ക് ആധാരം. അപ്പൊ നമ്മുടെ പ്രവൃത്തിക്ക് ആധാരം ആരാണ്? നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഞാനെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് ഒരേപോലെ സ്നേഹിക്കാൻ സാധിക്കുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും, ആരോടും പരിഭവമില്ലാതെ അല്ലേ, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന, എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റുക, മനസ്സിനോട് ചേർത്ത് വെക്കാൻ സാധിക്കണം. അവിടെയാണ് നമ്മളുടെ ഏത് ശാസ്ത്രത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോകുന്നത്, അതുപോലെ തന്നെ ഈ വ്രതം എടുക്കല്, തീർത്ഥാടനങ്ങള്, ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം അതാ. നമുക്ക് അവിടെ ചെല്ലുമ്പോഴും കൂടി നമുക്ക് ദ്വന്ദ്വങ്ങൾ വരുന്നു. ഇവിടെ എന്താ ചെയ്യുക? അപ്പം നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യണം. നേരത്തെ പുഷ്കലേച്ചി പറഞ്ഞ പോലെ നാമം ജപിക്കുമ്പോൾ നമ്മളുടെ ഭാവം എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കണം എപ്പോഴും. എങ്കിലേ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുള്ളൂ. യാതൊരു സംശയവുമില്ല. അത് എളുപ്പമല്ല അത്. അപ്പൊ അതിന് കണ്ണനോട് നമുക്ക് കിട്ടുന്ന അവസരം മുഴുവൻ ഇതിങ്ങനെ തുറന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ സമർപ്പണ സമയത്തൊക്കെ ഇത് പറയുന്നതിന്റെ കാര്യം തന്നെ. ആ സമയത്തെങ്കിലും നമുക്ക് ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുക, ആ ഒരു ആർദ്രമായിട്ടുള്ളൊരു ഭാവം. പിന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു അല്ലെ,
ലോകത്തോട് നമ്മൾ വ്യവഹരിക്കുമ്പം എന്ത് വേണം? നമുക്ക് സുഖം അനുഭവിക്കണം, അല്ലെ? നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് നമ്മൾ തന്നെയാ. നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ, നമുക്ക് സുഖം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ. അപ്പം നമ്മളുടെ ദുഃഖത്തിന് കാരണം ശരിക്കും എന്താണ്? നമ്മളുടെ മനോഭാവം തന്നെയാണ്. അപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ ലോകം നമുക്ക് സുഖമായിട്ട് കാണണം, അല്ലെ? ഇപ്പൊ ലോകത്ത് എത്രയൊക്കെ സുഖം ഉണ്ടെങ്കിലും നമുക്ക് സുഖം തോന്നിക്കോളണം നിർബന്ധമുണ്ടോ? ഉണ്ടോ? നമുക്ക് സാധാരണ അസുഖമാണ് തോന്നാറ്, അല്ലെ? മറ്റുള്ളവർക്ക് സുഖം കാണും, നമുക്ക് അസുഖമാണ് വരാറ്. അപ്പൊ അതല്ല. അപ്പം നമ്മളുടെ മനോഭാവം എല്ലാവരെയും നമുക്ക് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണേ ഗുരുവായൂരപ്പ. സത്തും അസത്തും ഗുണവും അഗുണവും ഒക്കെ ഈശ്വരനാണ്. നമ്മൾ ഇന്ന് ഒത്തിരി കാറ്റഗറൈസേഷൻ ചെയ്യുന്നുണ്ട്. എന്തിനാ ഈ കാറ്റഗറൈസേഷൻ? ഭഗവാൻ കാറ്റഗറൈസേഷൻ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ വർണ്ണാശ്രമ ധർമ്മത്തിൽ ഇന്ന് ഇങ്ങനെ ബ്രാഹ്മണനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും ഒക്കെ ഇങ്ങനെ പലതരത്തില് എത്രയോ ജാതികളാ ശരിക്കും. ജാതി എന്ന് പറഞ്ഞാൽ സ്വഭാവം, മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം. അപ്പം വൈവിധ്യമാർന്ന ഈ പ്രപഞ്ചത്തില് ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമാണ്, ഓരോരുത്തർക്ക് ഓരോ സ്വഭാവമാണ്. അപ്പൊ ഈ സ്വഭാവത്തിന്റെയും ഗുണത്തിന്റെയും അനുസരിച്ചാണ് ഇങ്ങനെ പലതായിട്ട് കിടക്കുന്നത്. ഭഗവാന് എത്രയാ? ഒറ്റ ജാതിയുള്ളൂ. എന്താണ്? ഒന്ന് പ്രകൃതി, ഒന്ന് പുരുഷൻ. അത്രേ ഉള്ളൂ അവിടെ. ആ പ്രകൃതി അല്ലെങ്കിൽ ശരീരം സ്വീകരിച്ചത് കൊണ്ട് അതിനെ പ്രകൃതി എന്ന് പറയുന്നു. അപ്പം ആ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പം ലോകത്ത് അമംഗളങ്ങളൊന്നും ഇല്ലാണ്ട്, അല്ലെ, നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഭദ്രം കർണേഭി ശൃണുയാമ ഭദ്രം പശ്യേമ അക്ഷരത്ര. ഭദ്രമായിട്ടുള്ളത് എനിക്ക് കാണാൻ സാധിക്കണേ, ഭദ്രമായിട്ടുള്ളത് കേൾക്കാൻ സാധിക്കണേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തോട് വ്യവഹരിക്കുമ്പം സുഖം അനുഭവിക്കണം. പിന്നെയോ കായേന വാച മനസ്സാ ഇന്ദ്രിയേർവ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടും നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നു അതൊക്കെ എന്താവണം? സമർപ്പണ മനോഭാവത്തോടു കൂടി എനിക്ക് ചെയ്യാൻ സാധിക്കണം. എന്ന് പറഞ്ഞാൽ ആർക്കും വേറെ ആർക്കും വേദന ഇല്ലാതെ എൻ്റെ കർമ്മങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുക. പിന്നെ വിശ്വവിഖ്യാതമായിട്ടുള്ള പ്രാർത്ഥന, സകല ജീവനുകൾക്കും സുഖം ഉണ്ടാവണേ, രോഗങ്ങളൊന്നും ഉണ്ടാവരുതേ. പിന്നെയോ എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഭദ്രമാവണേ. പിന്നെ ദുഃഖം എന്നുള്ളൊരു അവസ്ഥ ആർക്കും കൊടുക്കരുതേ ഗുരുവായൂരപ്പ എന്നുള്ള ഈ ഒരു ഭാവം നമുക്ക് എല്ലാവർക്കും ഇതാ ഒരേ ഭാവത്തിൽ ഈ യജ്ഞം തന്നെ നമുക്ക് അതിനു വേണ്ടിയിട്ടായിട്ട് മാറണം. ഏതിനു വേണ്ടിയിട്ടായിട്ട് മാറണം? ലോകത്തെല്ലായിടത്തും ദുഃഖത്തിന് കാരണം അജ്ഞതയാണെങ്കിൽ ആ അജ്ഞത മാറി ജ്ഞാനം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ശരിക്ക്, അല്ലെ, ഭാഗവതം പഠിച്ച് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണത്? ഈ ഒരു സത്യത്തെ ഉറപ്പിക്കുക, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അതെല്ലായിടത്തും ഇതിന്റെ ഒരു പരിസ്ഫുരണം ലോകത്ത് മുഴുവൻ എത്തണം, ലോകത്തിന് നന്മ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണ് എന്നുള്ളൊരു ഭാവത്തിൽ എല്ലാവരും നമുക്ക് ആ ഒരേ സ്വരത്തില് ഒരേ ഭാവത്തില് ഭഗവാന്റെ മുമ്പിൽ ഈ 3 ദിവസം കഴിഞ്ഞതിന്റെ ഇത് സമർപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ
സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ജയ ഗോവിന്ദനാമ കീർത്തനം. ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. ജയ ഗുരുമാരുത മന്ദിരനാഥ, ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. കിങ്കിണി പദ കമല കൃഷ്ണ, കങ്കണ കരയുഗള കുങ്കുമ പങ്കില വക്ഷസ്ഥിലവര കുവലയദള നീല കൃഷ്ണ, ജയ ജഗദീശ ഹരേ. ദതി നവനീത ഹര കൃഷ്ണ, തരുണീ ചിത്തഹര. ദയയാ പാലയ ദാമോദര ഹരേ തുളസീധാമധര കൃഷ്ണ, ജയ ജഗദീശ ഹരേ. ഗോവർദ്ധന ധരണ കൃഷ്ണ, ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുമജന കൃഷ്ണ, ജയ ജഗദീശ ഹരേ. നന്ദകുമാര ഹരേ കൃഷ്ണ, നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സുതിവര സുപബലദ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. പൂന്താന ഭക്ത പ്രിയ കൃഷ്ണ, വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. ജയ ഗുരുമാരുത മന്ദിരനാഥ, ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. ദേവാ ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. പടുതര മരുഭൂമൗ ചരതാം പതി പതി പരിപദതാം പ്രതിപദലളിതം ത്വാം ധൃത്വാ പരമസുഖം കുതഃ. ദേവാ ജയ ജയ ഭാഗവത. പരമപദേ ഭഗവാൻ ഭക്ത പരിപാലന ഗുണവാൻ കമലഭവായ കൃപയാ ത്വാം നിജ കമലമുഖേന ദദൗ. ദേവാ ജയ ജയ ഭാഗവത. നവനവരസഭരിതം ദിവ്യം നാരായണമുഖഗളിതം നളിനാസനദേവാ പ്രദദൗ നാരദമുനയേ ത്വാം. ദേവാ ജയ ജയ ഭാഗവത. ആലോഢ്യാഖില ശാസ്ത്രം ഭഗവൻ അനവാഭ്യമനശാന്തിം ആസ്വാദ്യാതുലരസം തേ ശാശ്വത ആനന്ദമാപ പരം. ദേവാ ജയ ജയ ഭാഗവത. നിഗമാന്തദരോർഗളിതം മധുരം നിരവധ്യ പദലസിതം നിർഗുണനിഷ്ഠോഭിശ്രീശുകോ നിത്യം പിബതി ത്വാം. ദേവാ ജയ ജയ ഭാഗവത. കലിമലഹരണം ത്വാം ശ്രുത്വാ കൈവല്യസുഖപ്രദം കൃഷ്ണ പ്രേമ നിമഗ്നോ രാജ
കൃഷ്ണപദാംബുജമാഭ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത രാധാരമണ മുകുന്ദ മുരാരി ചരണം തവ ചരണയുഗം പാവന പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണം മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണയുഗം രുക്മിണി വല്ലഭ ശ്രീഹരി കൃഷ്ണ ശരണം തവ ചരണയുഗം പ്രഹ്ലാദ പ്രിയ നരഹരി രൂപ ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ഹരിശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓർക്കപാട്ട് പാടി നമുക്ക് ഭാഗവത ഗീതത്തോടു കൂടി അവസാനിപ്പിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. താലോലം താളത്തിലാടിയാടി നീലാരവിന്ദ മിഴികൾ പൂട്ടി വൃന്ദാവനത്തിന്റെ പുണ്യമായി അമ്പാടി പൈതലെ നീയുറങ്ങൂ. താലോലം താളത്തിലാടിയാടി നീരാരവിന്ദ മിഴികൾ പൂട്ടി വൃന്ദാവനത്തിന്റെ പുണ്യമായി അമ്പാടി പൈതലെ നീയുറങ്ങൂ. തങ്കത്തളകൾ ഞാനൂരിവെക്കാം വൃന്ദാവനത്തെ നിശബ്ദമാക്കാം. കാറ്റിനോടൊന്നു ശകാരിച്ചിടാം എൻ്റെ ആനന്ദ കുട്ടനുറങ്ങുറങ്ങ്. താലോലം താളത്തിലാടിയാടി നീലാരവിന്ദ മിഴികൾ പൂട്ടി വൃന്ദാവനത്തിന്റെ പുണ്യമായി അമ്പാടി പൈതലെ നീയുറങ്ങൂ. ഗോപികളെയൊക്കെ ദൂരെയാക്കാം ഗോരോജനം നിന്നെ ഞാനണിക്കാം. നീലാംബരി ചിന്തു മൂളിടാമൻ കണ്ണാമിഴിയൂട്ടി നീയുറങ്ങൂ. താലോലം താളത്തിലാടിയാടി നീലാരവിന്ദ മിഴികൾ പൂട്ടി
വൃന്ദാവനത്തിൻ്റെ പുണ്യമായി അമ്പാടി പൈതലെ നീയുറങ്ങൂ. ഇന്നീ നിശയൊന്നു പോയി മറഞ്ഞാൽ നാളെ അമ്പാടിക്കു ജന്മഘോഷം. കള്ളക്കടാക്ഷം വെടിഞ്ഞു നന്നായി ഉണർവിലേക്കുണരാനായി നീയുറങ്ങൂ. താലോലം താളത്തിലാടിയാടി നീരാരവിന്ദമിഴികൾ പൂട്ടി. വൃന്ദാവനത്തിൻ്റെ പുണ്യമായി അമ്പാടി പൈതലെ നീയുറങ്ങൂ. അമ്പാടി പൈതലെ നീയുറങ്ങൂ. ഭാഗവതം ശ്രീമദ്ഭാഗവതം ഭാഗവതം ശ്രീമദ്ഭാഗവതം വ്യാസരചിതമാ വാങ്മയതീർത്ഥം വിശ്വമടങ്ങോ വിരാട് ഭാവം ആ ഭക്തിയുണരുന്ന ജപമന്ത്രമായി ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതം ശ്രീമദ്ഭാഗവതം ഭാഗവതം ശ്രീമദ്ഭാഗവതം. പ്രകൃതിയും മാനവ ഹൃദയവുമൊന്നാ ഉണ്മയിലുതീരും ജ്ഞാനാമൃതം. പ്രകൃതിയും മാനവ ഹൃദയവുമൊന്നാ ഉണ്മയിലുതീരും ജ്ഞാനാമൃതം. അറിയുക ബോധസ്വരൂപം അതു തിരിച്ചറിവിൻ്റെ ലോകം. അറിയുക ബോധസ്വരൂപം അതു തിരിച്ചറിവിൻ്റെ ലോകം. സനാതനം ഇതു സനാതനം സനാതനം ഇതു സനാതനം. ഭാഗവതം ശ്രീമദ്ഭാഗവതം ഭാഗവതം ശ്രീമദ്ഭാഗവതം.